കോർണർ അവൻ കുറച്ച് വീക്കാണ്. ആ കോർണറിൽ വേണം അവനെ പിടിക്കാൻ. കണ്ട പുള്ളിക്കൊണ്ടേ കുത്തളോ പാമ്പയ്യര. സോ വെൽക്കം ബാക്ക് ഗൈസ്. കുറേ നാളായി ഒരു മോട്ടോ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ നല്ലൊരു ടോപ്പിക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം മോട്ടോ GP കാണാൻ വേണ്ടി ബൂത്ത് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ പോയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൽസിയ ഹോണ്ടയിൽ വർക്ക് ചെയ്യുന്ന ഫാബിയോ. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് കുറേ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, കുറേ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അതിൽ ഒരു കാര്യമായിരുന്നു റവ് മാച്ചിങ്ങിനെ കുറിച്ചിട്ടോ. കാരണം അത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ടോപ്പിക് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റേസ് ട്രാക്കിലൊക്കെ ക്വിക്ക് ഷിഫ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മില്ലി സെക്കൻഡൊക്കെ സേവ് ചെയ്യാൻ പറ്റും. കാരണം ക്ലച്ച് പിടിച്ച് ഫറ്റീഗ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറേ ഇൻ കോർണറിൽ അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അഡ്വാൻറ്റേജ് വളരെ. ഇപ്പോൾ ഞാൻ ത്രോട്ടിൽ കൊടുക്കാം 5th 6th ഭയങ്കര എഫേർട്ട്ലെസ്ലി ആണ് നമ്മൾ അപ്പ് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ അപ്പ് ഷിഫ്റ്റിങ്ങിൽ എനിക്ക് മനസ്സിലായി ഡൗൺ ഷിഫ്റ്റിംഗ് കൊണ്ട് എന്ത് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ കുറച്ച് ക്ലച്ച് ഫറ്റീഗാണ്, നമുക്ക് ക്ലച്ച് പിടിച്ച് ബ്ലിപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്തുള്ള കുറച്ച് എനർജി സേവിങ്സിനാണ്. ബാക്കി അതർ ദാൻ ദാറ്റ് ഡൗൺ ഷിഫ്റ്റിൽ അധികം മാത്രം ടൈം സേവ് ചെയ്യാനുണ്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം നമ്മൾ മാച്ച് ചെയ്യാൻ എന്തിനാ കുറച്ചുകൂടി സ്മൂത്ത് ഷിഫ്റ്റ് ചെയ്ത് 16th 4th ഇട്ട് കുറച്ചുകൂടി സ്മൂത്ത് ഷിഫ്റ്റിങ്ങിന്, അതേപോലെ കുറച്ചൊരു കോർണേഴ്സൊക്കെ ഈസിയർ ആക്കാൻ വേണ്ടി, കോർണർ എൻട്രിയൊക്കെ മച്ച് മോർ സ്മൂത്തർ ആക്കാൻ വേണ്ടിയാണ് റബ് മാച്ച് ചെയ്തത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇതിൽ കണ്ടില്ല ഓട്ടോമാറ്റിക്കാണ്, ഓട്ടോ ബ്ലിപ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ട, ത്രോട്ടിൽ ക്ലോസ് ചെയ്യുക, ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക, അത് ബ്യൂട്ടിഫുള്ളി റബ് മാച്ച് ചെയ്യുന്നതാണ്. കണ്ടില്ലേ? എന്നിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യാനും ക്ലച്ച് പിടിക്കേണ്ട സെറ്റപ്പ് സാധനം കൊടുത്തിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച റേസിങ്ങിൽ ഈ ഓട്ടോ ബ്ലിപ്പറിൻ്റെ കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആ ഫറ്റീഗ് ക്ലച്ച് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബ്ലിപ്പ് ചെയ്യുന്ന സമയത്തുള്ള ഫറ്റീഗ് കുറക്കാനാണ്. പക്ഷെ എൻ്റെ മൈൻഡ് ഓപ്പൺ ചെയ്ത് തന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാബിയോ പറഞ്ഞാൽ റവ് മാച്ചിങ് ഈസ് ഓപ്ഷണൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ട്രാക്കിൽ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, ട്രാക്കിലാണ് റോഡിലാണ്. ഞാൻ എപ്പോഴും ബിഫോർ ഇങ്ങനത്തെ ഒരു ഓട്ടോ ബ്ലിപ്പർ വണ്ടി മേടിക്കുന്ന മുമ്പേ ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റവ് മാച്ചിങ് ഞാൻ ഭയങ്കര പ്രൗഡ്ലി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. മിക്കവരും ചെയ്യുന്ന കാര്യം, എന്നാലും ഞാൻ കുറച്ചും കൂടി പ്രൗഡായിട്ട് ചെയ്യുന്ന കാര്യം. ഞാൻ എനിക്ക് ബ്ലിപ്പ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ അതറിയാത്തവരാണെങ്കിൽ കണ്ട ബ്യൂട്ടിഫുള്ളി ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ക്ലച്ച് ഹോൾഡ് ഔട്ട് ചെയ്ത് നമ്മുടെ എഞ്ചിൻ RPM അതേപോലെ റിയർ വീലിൻ്റെ RPM മാച്ച് ചെയ്തിട്ട് ആ സ്പീഡ് ഓഫ് ദ ബോത്ത് എഞ്ചിനും റിയർ വീൽ മാച്ച് ഡൗൺ ഷിഫ്റ്റ് ഭയങ്കര സ്മൂത്തായിട്ട് ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ സെറ്റപ്പാണ്, ഒരു സുഖമാണ്, മനസ്സുഖമൊക്കെയാണ്. പക്ഷെ അത് ഓപ്ഷനാണെന്ന് പറഞ്ഞപ്പോഴേക്കും അതെന്തുകൊണ്ടാണ് വൈ ഓപ്ഷണൽ, അതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ചോദിച്ചൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞത്. കാരണം നമ്മൾ ഇപ്പോൾ സ്ട്രെയിറ്റിലൊക്കെ പോയി നിങ്ങൾ സ്ലോ ഡൗൺ ചെയ്യുമ്പോഴേക്കും വിത്തൗട്ട് ഫ്രണ്ട് ബ്രേക്സ് യൂസ് ചെയ്യാണ്ട് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സീനൊന്നുമില്ല. നിങ്ങൾ മാച്ച് ചെയ്യുമ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് റൈഡിങ്ങിലാണ്. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ കരിമോട്ടോ സ്പീഡ് വേ ഒരു മെയിൻ സ്ട്രെയിറ്റിലോട്ട് പറന്നു പോവുക, 6th ഗിയർ ഫ്ലാറ്റ് ഔട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക, എന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് കോർണർ നമ്മളേക്ക് 3rd ഗിയറിലോട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ബ്ലിപ്പ് ചെയ്യുന്നത്. ആ ബ്ലിപ്പിങ്ങിലാണ് പ്രശ്നം വരുന്നത്. സോ പ്രശ്നം പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 6th ഗിയറിൽ ടോപ്പ് സ്പീഡിൽ ഇപ്പോൾ കരിമോട്ടോ സ്പീഡ് വേയിൽ മെയിൻ സ്ട്രെച്ച് കയറി വരിക, എന്നിട്ട് 6th പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റ അടിക്ക് ത്രോട്ട് ചെയ്ത് കണ്ട 3rd ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ സ്പീഡ് കുറച്ചുകൊണ്ടാണ്, അതിൻ്റെ ഒപ്പം തന്നെ റവ് മാച്ച് ചെയ്തുകൊണ്ടാണ്, ത്രോട്ട് ബ്ലിപ്പ് ചെയ്തുകൊണ്ടാണ് വരുന്ന സമയത്താണ് പ്രശ്നം പറ്റുന്നത്. കാരണം നമ്മൾ ഇത് ബ്രേക്ക് പിടിച്ചിട്ട് റവ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ആ പ്രശ്നം കണ്ടില്ലേ? ആ ഫ്രണ്ട് ബ്രേക്ക് ലെവലിൽ കൊടുക്കുന്ന ലോഡിൽ ചെറിയ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഫോർ റേസിങ് പെർഫോമൻസ് റൈഡിങ്ങിൽ ആ ചേഞ്ച് ഫ്രണ്ട് ഫോർക്കിനെ കോംപ്രമൈസ് ചെയ്ത് ഫ്രണ്ട് ഫോക്കത്തെ ലോഡ് കൂട്ടിയും കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട് ആൻഡ് ഗ്രിപ്പ് ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യുക, ഫ്രണ്ട് ആൻഡ് കോൺഫിഡൻസ് കിട്ടില്ല, അതേപോലെ ഫ്രണ്ട് വാഷ് ഔട്ടായി പോവാം. അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രൊഫഷണൽ റേസിങ്ങിൽ ആരും റവ് മാച്ച് ചെയ്യാത്ത. അതുകൊണ്ടാണ് റേസിങ്ങിൽ ഓട്ടോ ബ്ലിപ്പർ കൊണ്ടുവന്നത്. അത് കുറച്ചുകൂടി സ്മൂത്തറാക്കാൻ വേണ്ടി, ആ ട്രാൻസിഷൻ കുറച്ചുകൂടി സ്മൂത്തറാക്കാൻ വേണ്ടി, ആ ഫ്രണ്ട് ബ്രേക്സ് റിലൈ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി, ഫാസ്റ്റർ കോർണർ എൻട്രിക്ക് വേണ്ടിയാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫറ്റീഗ് കുറയ്ക്കാനുമുണ്ട്, സ്മൂത്തറാക്കി ഒരു ഹ്യൂമൻ ചെയ്യുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ട് ഒരു മെഷീന് ചെയ്യാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഒബ്വിയസ്ലി ഇതിൻ്റെ കേട്ടാ പെർഫെക്റ്റ്, വണ്ടി അനങ്ങിയും കൂടിയില്ല, ആ ഗിയർ ഷിഫ്റ്റിലൊന്നും ഒരു സീനുമില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളിയാണ് ഷിഫ്റ്റ് ചെയ്തത്. അത് TVS കേട്ടോ. ഞാൻ ഈ കുറേ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ഓട്ടോ ബ്ലിപ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ കാറ്റഗറിയിൽ അണ്ടർ 600 cc ഇതാണ് ബെസ്റ്റ് ക്വിക്ക് ഷിഫ്റ്റർ കേട്ടോ.
GS1300 ക്വിക്ക് ഷിഫ്റ്ററെക്കാട്ടിയും അടിപൊളി ക്വിക്ക് ഷിഫ്റ്റർ ഇതിൽ കൊടുത്തിരിക്കുന്നു. സെറ്റപ്പ് നോക്കണേ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റേസിങ്ങിൽ ഉപയോഗിക്കുന്ന RC390 R3 അതിനെല്ലാത്തിനും റൈഡ് ബൈ വയർ സിസ്റ്റം ഇല്ല. അങ്ങനെ റൈഡ് ബൈ വയർ സിസ്റ്റം ഇല്ലാത്ത വണ്ടികളിൽ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എന്ത് ചെയ്താലും ഓട്ടോ ബ്ലിപ്പർ അല്ലെങ്കിൽ ആ ഡൗൺ ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് ആക്കുകയാണെങ്കിൽ ഓട്ടോ ബ്ലിപ്പർ കൊണ്ടുവരാൻ പറ്റില്ല. അല്ലെങ്കിൽ കുറേ ചേഞ്ചസ് ചെയ്യണം. RC3 വയറിംഗ് കിറ്റൊക്കെ മാറ്റി പുതിയ എൻ്റെ റൈഡ് ബൈ വയർ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാം. അത് കുറച്ച് പണിയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ ഞങ്ങളുടെ RC3 എ റേസറിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. അപ്പ് ഷിഫ്റ്റിംഗ് മാത്രം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സിനാരിയോസിൽ എങ്ങനെയാണ് റവ് മാച്ച് ചെയ്യാണ്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കോർണർ എൻ്റർ ചെയ്യുന്നത്? അതിനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ എൻട്രിങ് ആ കോർണർ നമ്മൾ 6th ഗിയറിൽ വരിക, നമ്മൾ ഫ്രണ്ട് ബ്രേക്സ് അപ്ലൈ ചെയ്ത് പേസ് കുറക്കുക, എന്നിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യില്ലേ, ആ ഡൗൺ ഷിഫ്റ്റ് ഓരോ ഗിയറിൻ്റെ സ്പീഡ് എത്തുമ്പോൾ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാം. കോർണർ അവൻ കുറച്ച് വീക്കാണ്. ആ കോർണറിൽ വേണം അവനെ പിടിക്കാൻ. കണ്ട പുള്ളിക്കൊണ്ടേ കുത്തളോ പാമ്പയ്യര. ഇവിടെയൊക്കെ നമ്മളവന് പ്രഷർ ബിൽഡ് ചെയ്യുക. അവനോട് പുഷ് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനത്തെ ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ചാനൽ സ്പോൺസർ കാസ്ട്രോ പവർ അൾട്ടിമേറ്റ് ആണ്. നമ്മുടെ എല്ലാ മോട്ടോർ സൈക്കിൾ RTR 310 വെച്ചിട്ട് എല്ലാ ട്രാക്ക് മോട്ടോർ സൈക്കിൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ എഞ്ചിൻ ഓയിലാണ്. ഇതിപ്പോൾ പുതിയ ഒരു പാക്കേജിൽ വന്നിരിക്കുന്ന 150 റുപ്പീസിൻ്റെ ഒരു എഞ്ചിൻ ഷാമ്പു കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പാക്കേജിലാണ് വരുന്നത്. ഇതാ നമ്മൾ യൂസ് ചെയ്യുന്ന വഴി കാസ്ട്രോ പവറിൻ്റെ സൂപ്പർ ബൈക്ക് എഞ്ചിൻ ഓയിൽ 10W50 ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ എഞ്ചിന് സുപ്പീരിയർ പെർഫോമൻസ്, അതുപോലെ ലൂബ്രിക്കേഷനും അതേപോലെ പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ 5 ഫോമിലൊക്കെയാണ്. അടിപൊളി സാധനം. ഇതിൻ്റെ 1 ലിറ്ററിന് വില വരുന്ന 1275 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. അറ്റ് ദാറ്റ് പ്രൈസ് പോയിൻ്റ് ആണെങ്കിൽ ഇത് അടിപൊളി ഓപ്ഷൻ ആണ്. നിങ്ങളൊരു എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കാസ്ട്രോ പവർ കൺസിഡർ ചെയ്യുക. നൗ ബാക്ക് ടു ദ വീഡിയോ. ഫോർ എക്സാമ്പിൾ ത്രോട്ടിൽ റോൾ ഓഫ് ബ്രേക്ക് പിടിച്ചിട്ട് 5, 4, 3 അങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ക്ലച്ച് അപ്ലൈ ചെയ്ത് ഓരോ ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അത് ആ പെർഫെക്റ്റ് സ്പീഡിൽ ഷിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് ക്ലച്ച് ഒറ്റയടിക്ക് സഡൻലി റിലീസ് ചെയ്ത് സ്മൂത്തായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് റവ് മാച്ച് ചെയ്ത് കോർണർ എൻ്റർ ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ട് ഫോക്സ്, ഫ്രണ്ട് ടയർ ലോഡ് അതിനെ കോംപ്രമൈസ് ചെയ്യാം, അതിനെ ഗ്രിപ്പിനെ എഫക്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇപ്പോൾ കുറേ പേര് പറയും റവ് മാച്ചിങ് ആണ് ദ ബെസ്റ്റ് വേ ടു ഷിഫ്റ്റ്, അതാണ് പ്രോപ്പർ വേ ടെക്നിക്ക് ഇതൊക്കെ പറയും. ഇറ്റ്സ് ഫൺ വേ. ഇത് നെസറി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് നെസറി. കണ്ട നമ്മൾ ഓരോ തവണ പോകുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കും കേട്ടോ. അതെനിക്കൊരു പുതിയ ഭയങ്കര ഒരു ന്യൂ ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. കുറേ കാലം വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പക്ഷെ ഇപ്പോഴാണ് പ്രോപ്പർ സമയം കിട്ടിയിട്ടു. പിന്നെ അപ്പോൾ ചോദ്യം തിരിച്ചു വരിക, നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണ സമയത്ത് റവ് മാച്ച് ചെയ്യണോ? ഇഫ് യു ലൈക്ക് ഇറ്റ് യു ക്യാൻ ഡു. റോഡിൽ നമ്മൾ അത്രയും സ്പീഡിലല്ല ഓടിക്കുന്നത്. മാത്രമല്ല റവ് മാച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്മൂത്തറായിട്ടായിരിക്കും ഗിയർ ഷിഫ്റ്റ്. ആ ജേർക്കിനെസ് ഒന്നും ഉണ്ടായില്ല. അത് പഠിച്ചു വരാൻ നല്ല റൈഡ് സ്കിൽ. ഇൻ മൈ ഒപ്പീനിയൻ നിങ്ങളത് ചെയ്യുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല. ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് എനിക്കിപ്പോൾ തോന്നുന്നത് റൈറ്റ് തിങ് ടു സേ. ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് സ്കിൽസ് ടു ലേൺ. അത് നല്ലൊരു സ്കില്ലാണ് പഠിക്കാൻ. പക്ഷേ നിങ്ങളത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ക്ലച്ച് പ്രോപ്പർലി റിലീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങളിങ്ങനത്തെ ഒരു ഓട്ടോ ബ്ലിപ്പറുള്ള വണ്ടി എടുക്കുക. കണ്ട ബാറ്ററി സ്മൂത്ത് 5th 6th അപ്പ് ഷിഫ്റ്റും ചെയ്ത് അതേപോലെ ത്രോട്ടിൽ ക്ലോസ് 3 സെറ്റപ്പ് നോക്കണേ. കാലം പോയ പോക്കേ. സോ അത് പറയാനാട്ടോ ഈ വീഡിയോ ചെയ്തത്.